എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് +2 എക്സാം കഴിഞ്ഞതിന് ശേഷം എൻട്രൻസിന്റെ ക്ലാസ്സും അതുപോലെ തന്നെ നമ്മുടെ +1ന്റെ കണ്ടിന്യൂഷനും എല്ലാം സ്റ്റാർട്ട് ചെയ്യുമെന്ന്. അപ്പോൾ വാക്ക് ഞാൻ പാലിക്കുന്നു. ഞാൻ +2ന്റെ ക്ലാസ് എക്സാം ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, +1ന്റെ ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പതിയെ പഠിച്ചു പോകാം. അപ്പൊ നമ്മൾ ഫിസിക്സിന്റെ ക്ലാസ് ആണ് ലാസ്റ്റ് ക്ലാസ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഫിസിക്സിന്റെ സെക്കൻഡ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഇന്ന് റിമൈനിങ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ആ പാഠം ഒന്ന് ഫിനിഷ് ചെയ്തേക്കാം അല്ലെ. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്? ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ ദെൻ ഫൈൻഡ് ഔട്ട് എ ബി ആൻഡ് സി. ഇറ്റ്സ് യൂണിറ്റ്സ് അതിന്റെ യൂണിറ്റ്സ് എ ബി സിയുടെ യൂണിറ്റ്സ് എന്തൊക്കെയാണ്? നമുക്ക് ഡയമെൻഷൻസ് കൂടെ കണ്ടുപിടിക്കാം. ഡയമെൻഷൻ കണ്ടുപിടിച്ച് യൂണിറ്റ് കണ്ടുപിടിക്കാൻ അറിയാലോ അല്ലെ. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ഡയമെൻഷന്റെ യൂസേജ് ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഒരു ഇക്വേഷൻ എങ്ങനെ ഡെറൈവ് ചെയ്യാം, നമുക്ക് എങ്ങനെ സയന്റിസ്റ്റിനെ പോലെ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് എങ്ങനെ യൂണിറ്റ് കണ്ടുപിടിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഇത് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ആ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതിയിട്ടുണ്ട് ബോർഡില്. എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ. നമുക്ക് ഇതിനകത്ത് എ ബി സി ഇതിന്റെ യൂണിറ്റ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ക്വസ്റ്റിനകത്ത് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എക്സ് ഈസ് ഇൻ മീറ്റർ ആൻഡ് ടി ഈസ് ഇൻ സെക്കൻഡ്സ്. സോ എക്സ് ഡിസ്റ്റൻസിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് എൽ എന്ന് കൺസിഡർ ചെയ്യാം. ഡയമെൻഷനകത്ത് MLT-ക്കകത്ത് എൽ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ ടൈം ആണെങ്കിൽ ആ ടൈമിന് എന്ത് നമുക്ക് കൊടുക്കാം, ടി. MLT-ക്കകത്ത് ടൈമിന്റെ ക്യാപിറ്റൽ ടിയും കൺസിഡർ ചെയ്യാം. ബാക്കി നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാന്നല്ലേ ഉള്ളൂ. നമുക്ക് ഓരോന്നും ഇക്വേറ്റ് ചെയ്യാം. എക്സ് ഈസ് ഈക്വൽ ടു 3 ടേംസ് ആണ് കൊടുത്തിരിക്കുന്നത്. എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് അതുപോലെ തന്നെ എക്സ് ഈസ് ഈക്വൽ ടു ബി ടി ദെൻ എക്സ് ഈസ് ഈക്വൽ ടു സി ടി സ്ക്വയർ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിനെ സെപ്പറേറ്റ് ഇക്വേറ്റ് ചെയ്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 ടേംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ഇക്വേറ്റ് ചെയ്താൽ മതി. നമുക്ക് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ് ഈസ് ഈക്വൽ ടു എ എന്ന് കൺസിഡർ ചെയ്യുന്നു. ഫസ്റ്റ് ഇക്വേറ്റ് ചെയ്യുന്നു നമ്മൾ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എ എന്ന് കൺസിഡർ ചെയ്തു. എക്സ് എന്ന് പറയുന്നത് എന്തെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, എക്സ് ഈസ് ഇൻ മീറ്റർ. മീറ്റർ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഡയമെൻഷൻ എന്താണ്, എൽ. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു എൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം നമുക്ക് നോക്കിയാലോ. രണ്ടാമത്തെ കാര്യം ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, രണ്ടാമത്തെ ടേം നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഡി ടി ഈസ് ഈക്വൽ ടു എന്തെന്ന് ഇക്വേറ്റ് ചെയ്യാം, എക്സ് എന്ന് നമുക്ക് വീണ്ടും ഇക്വേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ എയുടെ ഡയമെൻഷൻ നമുക്ക് കിട്ടി. എയുടെ ഡയമെൻഷൻ എൽ ആണ്. എൽ എന്ന് പറയുമ്പോൾ അതെന്താണ്, ലെങ്ത് അല്ലേ. അപ്പൊ എയുടെ ഡയമെൻഷനും കിട്ടി, അതുപോലെ തന്നെ യൂണിറ്റും കിട്ടി. എയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ. ലെങ്ത് എപ്പോഴും നമ്മൾ മീറ്ററിലാണ് എടുക്കുന്നത്. സോ മീറ്റർ. അപ്പൊ നമ്മൾ ഫസ്റ്റ് കേസ് കണ്ടുപിടിച്ചു, എയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ എന്താ കൊടുത്തിരിക്കുന്നത്, രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് ബി ടി. അപ്പൊ നമുക്ക് അതിനകത്ത് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെയാണ്, ബി ടി ഈസ് ഈക്വൽ ടു ഇതുപോലെ തന്നെ ഇക്വേറ്റ് ചെയ്യാം നമുക്ക് അല്ലെ. ബി ടി ഈസ് ഈക്വൽ ടു എക്സ് എന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി. എഴുതി ബി ടി ഈസ് ഈക്വൽ ടു എക്സ് എന്ന് നമ്മൾ എന്ത് ചെയ്തു, ഇക്വേറ്റ് ചെയ്തു. സോ ബി ടി ഈസ് ഈക്വൽ ടു എക്സ് എന്ന് ഇക്വേറ്റ് ചെയ്തു. അതിനകത്ത് ടി എന്ന് പറഞ്ഞാൽ ടൈം ആണെന്നറിയാം, എക്സ് എന്ന് പറയുന്നത് എന്താണ്, ലെങ്ത് ആണെന്ന് പറയാം. സോ അതിന്റെ ഡയമെൻഷൻസ് നമുക്ക് കൊടുക്കാം. അപ്പൊ എന്താകും, b into t is equal to L എന്ന് കിട്ടും. Therefore b is equal to എന്തെന്ന് നമുക്ക് കിട്ടും, b അവിടെ ഇട്ടു, t അപ്പുറത്തേക്ക് കൊണ്ടുപോയി t യുടെ ഇൻറ്റു ചെയ്തിരിക്കുകയാണ്. ഈക്വൽ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും, അത് ഡിവിഷൻ ആകും. ദാറ്റ് ഈസ് അപ്പുറത്ത് L by t. ഈ L by t നെ നമുക്ക് താഴെ കിടക്കുന്ന ഒരു പവറിനെ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും, മൈനസ് ആവും. അപ്പൊ വെറും t⁻1 ആയിരുന്നു, മുകളിൽ പോകുമ്പോൾ എന്താവും, t⁻−1 LT⁻−1 അല്ലെങ്കിൽ L by t എന്ന് നമുക്ക് എഴുതാം. അപ്പോ LT⁻−1 എല്ലിന്റെ ഡയമെൻഷൻ, എല്ലാണ് ഡയമെൻഷൻ. അതിന്റെ യൂണിറ്റ് എന്താണ്, ലെങ്ത് എന്ന് പറയുമ്പോൾ അതിന്റെ യൂണിറ്റ് മീറ്റർ. അപ്പോ മീറ്റർ L by t എന്നല്ലേ കൊടുത്തിരിക്കുന്നത്, മീറ്റർ പെർ എന്താകും, ടൈമിന്റെ ഡയമെൻഷൻ എന്താണ്, സെക്കൻഡ്. അപ്പോൾ എന്താണ് L by t എന്ന് പറയുന്നത്, മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് ms⁻⁻1 എന്ന് നമുക്ക് കൊടുക്കാം. അപ്പൊ ഇതിന്റെ ഡയമെൻഷനുമായി ബിയുടെ ഡയമെൻഷനുമായി ഈസി അല്ലേ. ഇനി നമുക്ക് മൂന്നാമത്തെ ടേം സിയുടെ ഡയമെൻഷൻ നോക്കാം.
ഇപ്പൊ മൂന്നാമത്തെ ടൈം സിയുടെ ഡയമെൻഷൻ നമ്മൾ നോക്കുമ്പോൾ എന്താണ് മൂന്നാമത്തെ ടൈം ഇക്വേറ്റ് ചെയ്യുക? ആരുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം? എക്സുമായിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ സി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് വരും. ദാറ്റ് ഈസ് സി ടി സ്ക്വയർ. സി അവിടെ ഇട്ടിട്ട് ടി സ്ക്വയർ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ എന്താകും? സി ഈസ് ഈക്വൽ ടു എക്സ് ബൈ ടി സ്ക്വയർ എന്നാവും. സി ഈസ് ഈക്വൽ ടു എക്സ് ബൈ ടി സ്ക്വയർ എന്നാവും. നമുക്ക് എന്ത് ചെയ്യാം? ഡയമെൻഷൻസ് കൊടുക്കാം. അപ്പൊ എക്സിന്റെ ഡയമെൻഷൻ എൽ ആണ്. എക്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എല്, ടിയുടെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ ടി, ടൈം തന്നെയല്ലേ? അപ്പൊ ടി സ്ക്വയർ ആകുമ്പോൾ അതും ടി സ്ക്വയർ. സോ എന്ത് കിട്ടി? സി ഇസ് ഇക്വൽ ടു എൽ ബൈ ടി സ്ക്വയർ എന്ന് കിട്ടി. ഡയമെൻഷൻ എന്താണ്? ലെങ്തിന്റെ മീറ്റർ ബൈ, അതായത് മീറ്റർ പെർ ടൈമിന്റെ സെക്കൻഡ്. ടി സ്ക്വയർ ആയിട്ട് സെക്കൻഡ് സ്ക്വയർ. സോ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ മൂന്ന് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ ആണ്. അതുപോലെ തന്നെ എക്സ് ഈസ് ഇൻ ലെങ്ത്. എക്സ് എന്ന് പറയുന്നത് ലെങ്ത് ആണ്, മീറ്ററിലാണ് മെഷർ ചെയ്യുന്നത്. ടൈം എന്ന് പറയുന്നത് ടി എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡിലാണ് മെഷർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ടൈം ആണെന്ന് അർത്ഥം. ഓക്കെ, കൺഫ്യൂസ് ആവുന്നത് ടി വെച്ച് വേറെ ടേംസ് ഒക്കെ ഉണ്ട്. ഓക്കെ, കൺഫ്യൂസ് ആവാൻ പാടില്ല. നമുക്ക് ഇവിടെ തന്നെ നോക്കുക. ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു. അപ്പൊ ഫിസിക്സ് ഏത് ക്വസ്റ്റ്യൻ വന്നാലും അത് എടുത്ത് പറയും ഓരോന്നും എന്തൊക്കെ ടേംസ് ആണ്. സോ നമുക്കിവിടെ ഈ ടേംസ് ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ ഫസ്റ്റ് ചെയ്ത് എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ. എന്നിട്ട് എന്ത് ചെയ്യാം? എയും ബിയും സിയും അതിന്റെ യൂണിറ്റ്സ് കണ്ടുപിടിക്കണം. യൂണിറ്റ്സ് കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഡയമെൻഷൻസ് കണ്ടുപിടിക്കണം. സോ നമ്മൾ ഡയമെൻഷൻസ് വേണ്ടി നോക്കി. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? മൂന്ന് ടേംസ് ഉണ്ട്. ഓരോന്നായിട്ട് ഇക്വേറ്റ് ചെയ്യാം. എക്സ് ഈസ് ഈക്വൽ ആദ്യം ബിയുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ, സോറി എയുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് എക്സ് ഈസ് ഈക്വൽ ടു എ. എക്സ് എന്ന് വെച്ചാൽ എന്താണ്? മീറ്റർ. മീറ്റർ എന്ന് പറയുന്നത് ഡയമെൻഷൻ എന്ന് പറയുന്നത് എൽ ആണ്. സോ എ ഈസ് ഈക്വൽ ടു എൽ എന്ന് വരും. ദാറ്റ് ഈസ് എൽ ഈസ് ഈക്വൽ ടു എന്താണ്? മീറ്റർ. അതിന്റെ യൂണിറ്റ് കിട്ടിയില്ലേ? സോ ഞാനിവിടെ ഷോർട്ട് ആയിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ മീറ്റർ എന്ന് തന്നെ എഴുതുക. ദെൻ അതുപോലെ രണ്ടാമത്തെ ടൈമിനകത്ത് നമുക്ക് ബി കണ്ടുപിടിക്കാം. ബി ടി ഈസ് ഈക്വൽ ടു അതുപോലെ എക്സിന് ഇക്വേറ്റ് ചെയ്യുക. ബി ടി ഈസ് ഈക്വൽ ടു എക്സ്. അപ്പൊ എന്താകും? ബി ടി ഈസ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ ടിയുടെ സ്ഥാനത്ത് ക്യാപിറ്റൽ ടി, അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ആണ്. എക്സിന്റെ സ്ഥാനത്ത് എന്താണ്? ലെങ്ത് എൽ ആണ് അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. സോ ടി അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ബി ഈസ് ഈക്വൽ ടു എൽ ബൈ ടി, അല്ലെങ്കിൽ എൽ ടി റൈസ് ടു മൈനസ് 1 എന്ന് നമുക്ക് എഴുതാം. എന്ത് എഴുതിയാലും കുഴപ്പമില്ല. എൽ ബൈ ടി, ലെങ്ത് എന്ന് പറയുന്നത് മീറ്ററിലാണ്, ടൈം എന്ന് പറയുന്നത് സെക്കൻഡിലാണ്. ദാറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പൊ ബിയുടെ ഡയമെൻഷനും അതുപോലെ തന്നെ യൂണിറ്റ് നമുക്ക് കിട്ടി. ദെൻ മൂന്നാമത്തെ കേസാണ് നമുക്ക് ഇക്വേറ്റ് ചെയ്ത് സി കണ്ടുപിടിക്കണം. അതൊന്ന് ഇക്വേറ്റ് ചെയ്യാം. സി ടി സ്ക്വയർ ഈസ് ഈക്വൽ എക്സ് എന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ദെൻ എന്ത് ചെയ്തു നമ്മള്? നമുക്ക് സി ആണ് കണ്ടുപിടിക്കുന്നത്. സോ സി അവിടെ ഇട്ടു. ടി സ്ക്വയർ ഈക്വലിന്റെ അപ്പുറത്തേക്ക് ഡിവിഷൻ ആയി ഇൻഡു ചെയ്തത് ഈക്വലിന്റെ അപ്പുറത്തേക്ക് എന്തായി? ഡിവിഷൻ ആയി. സി ഈസ് ഈക്വൽ ടു എക്സ് ബൈ ടി സ്ക്വയർ എന്നായി, അല്ലെ? എക്സ് ബൈ ടി സ്ക്വയർ എന്നായി. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? ഡയമെൻഷൻ ഡയറക്റ്റ് കൊടുത്താൽ നമുക്ക് സി ഈസ് ഈക്വൽ ടു എക്സിന്റെ സ്ഥാനത്ത് എൽ എന്ന് കൊടുത്തു, ടിയുടെ സ്ഥാനത്ത് ക്യാപിറ്റൽ ടി. എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റർ. എല്ലിന്റെ ഡയമെൻഷൻ യൂണിറ്റ് ആണ് മീറ്റർ. ടൈമിന്റെ യൂണിറ്റ് ആണ് സെക്കൻഡ്. സോ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഫിസിക്സിനകത്തുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പേടിച്ച് ചെയ്യുമ്പോഴാണ് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അതുപോലെ ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും എന്റെ കയ്യിലുണ്ട്, അതിന്റെ ആൻസേഴ്സും കൂടെ. സോ ഈ നോട്ട്സ് വേണ്ടവർ എന്ത് ചെയ്യുക? താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക. മാക്സിമം കോൾ ചെയ്തായിരിക്കുക, വാട്സ്ആപ്പ് മെസ്സേജ് തന്നെ ആയിരിക്കും. കാരണം ഇപ്പൊ കൊറോണയും കൂടെ ആയതുകൊണ്ട് ഫുൾ ടൈം ഓൺലൈൻ ക്ലാസ് തന്നെയാണ്. നേരത്തെ നോർമൽ ക്ലാസ്സും കൂടെ ഉണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് അത്യാവശ്യം കോഴ്സ് ഒക്കെ നമുക്ക് നോക്കായിരുന്നു ആരൊക്കെയാണ്. ഇപ്പൊ തന്നെ ഞാൻ ക്ലാസ് എടുക്കുന്നത് ഫ്ലൈറ്റ് മോഡ് ഇട്ടിട്ടാണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോൾ എടുക്കാൻ പറ്റില്ല. സോ എന്ത് ചെയ്യാ? നിങ്ങൾ എല്ലാവരും താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും? നോട്ട്സ് അയച്ചു തന്നായിരിക്കും. അതിന് ക്യാഷ് ഒന്നും നിങ്ങൾ അടയ്ക്കേണ്ട, ഫ്രീ ആയിട്ട് നോട്ട്സ് അയച്ചു തരും. ഓക്കെ അല്ലേ? സോ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇനി ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിനകത്ത് നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഡയമെൻഷൻ അനാലിസിസിന്റെ യൂസസ് പഠിച്ചായിരുന്നു. അതേപോലെ ഈ ഡയമെൻഷൻ അനാലിസിസിനെ എന്തും കൂടെ പഠിക്കേണ്ടി വരും നമുക്ക്. ഈ ഡയമെൻഷൻ അനാലിസിസിന്റെ പ്രോബ്ലംസും ലിമിറ്റേഷൻസും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? ഡയമെൻഷൻ അനാലിസിസും കൂടെ ഒരുപാട് ഉപയോഗം നമ്മൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു ഉപയോഗങ്ങൾ? നമുക്ക് പുതിയൊരു ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ പറ്റും, ഇക്വേഷൻ ഡയമെൻഷനിൽ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ യൂണിറ്റും ഇതുപോലെ കണ്ടുപിടിക്കാനും പറ്റും. അങ്ങനെ പല പല യൂസസ് ഡയമെൻഷൻ അനാലിസിസിനുണ്ട്. പക്ഷെ ഈ ഡയമെൻഷൻ അനാലിസിസ് കുറച്ച് പ്രോബ്ലംസും കൂടെ ഉണ്ട്. നമ്മൾ നേരത്തെ ഒരു ഡെറൈവ് ചെയ്തപ്പോൾ, ഒരു ഇക്വേഷൻ ഡെറൈവ് നമ്മൾ അതിനകത്ത് കണ്ടതാണ്. കോൺസ്റ്റന്റ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു?
നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ പുതിയതായിട്ടൊരു കോൺസ്റ്റന്റ് കണ്ടുപിടിച്ചങ്ങ് ഇട്ട് കൊടുത്തു. സോ കോൺസ്റ്റന്റ് ഒരു പ്രോബ്ലം ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തപ്പോൾ ടു ചെക്ക് ദ ഹോമോജിനിറ്റി ഓഫ് ആൻ ഇക്വേഷൻ, ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ എന്താ ചെയ്തേ, അവിടത്തെ കോൺസ്റ്റന്റ് എടുത്ത് കളഞ്ഞു. സോ കോൺസ്റ്റന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയമെൻഷനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇറ്റ്സ് എ ലിമിറ്റേഷൻ. നമ്പേഴ്സ് അതും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല, അതും ഒരു ലിമിറ്റേഷൻ ആണ്. ദെൻ അതുപോലെ തന്നെ മൂന്നിൽ കൂടുതൽ ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഡയമെൻഷൻ അനാലിസിസിന്റെ എന്താണ്, പ്രോബ്ലംസ് ആണ്. അതുപോലെ തന്നെ ഇനി ഒരു ക്വസ്റ്റ്യൻ വരാം, നമുക്ക് ചോദിക്കുന്നത് ഡയമെൻഷൻ ഇല്ലാത്ത എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി ഉണ്ടോ? ഉണ്ട്. ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പൊ ഡയമെൻഷൻ ഉണ്ട്, അതുപോലെ തന്നെ അല്ല ഡയമെൻഷൻ ഇല്ല അതുപോലെ തന്നെ യൂണിറ്റ് ഉള്ള ക്വാണ്ടിറ്റി ഉണ്ടോ? ഉണ്ട്, അതുകൊണ്ട്. അപ്പൊ നമുക്ക് ഏതൊക്കെയാന്ന് നോക്കാം. ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റിയാണ് പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത്. പ്ലെയിൻ ആംഗിളിന് ഡയമെൻഷൻ ഇല്ല. ഓക്കെ, പ്ലെയിൻ ആംഗിൾ നമ്മൾ ഒരിക്കലും ഡയമെൻഷൻ എടുക്കാറില്ല. പക്ഷേ അതിന് എന്തുണ്ട്, യൂണിറ്റ് ഉണ്ട്. റേഡിയൻ അതിന്റെ യൂണിറ്റ് ആണ്. നിങ്ങൾ മാത്സിനകത്ത് സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ് റേഡിയൻ എന്ന് പറയുന്നത്? പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് ആണ്. സോ പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ട്, പക്ഷെ ഡയമെൻഷൻ ഇല്ലാത്ത ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഇനി രണ്ടുമില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? യെസ്, റേഷ്യോസ് എടുക്കും. നമുക്ക് എന്ത് കാണത്തില്ല, ഡയമെൻഷനും കാണത്തില്ല, അതുപോലെ തന്നെ യൂണിറ്റും കാണത്തില്ല. ദാറ്റ് ഈസ് എക്സാമ്പിൾ സ്ട്രെസ്. സ്ട്രെസ് നിങ്ങൾ ഇനി ഫിസിക്സിനകത്ത് പഠിക്കാനുണ്ട് മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന ചാപ്റ്ററിനകത്ത് നിങ്ങൾ സ്ട്രെസ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ സ്ട്രെസ്സിന്റെ കേസിൽ എടുക്കുമ്പോൾ സ്ട്രെസ്സിന് എന്തില്ല, ഡയമെൻഷനും ഇല്ല, അതുപോലെ തന്നെ യൂണിറ്റും ഇല്ല. ഓക്കെ, അപ്പൊ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ദെൻ അടുത്ത ടോപ്പിക്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എറേഴ്സ് ആണ്. നമുക്ക് എറേഴ്സ് നോക്കാം. എറേഴ്സ് നമുക്ക് കുറെ ടൈപ്പ് എറേഴ്സ് ഉണ്ട്. അതിനകത്ത് വരുന്നതാണ് സിസ്റ്റമാറ്റിക് എററും റാൻഡം എററും. അപ്പൊ നമുക്ക് അതിനകത്ത് സിസ്റ്റമാറ്റിക് എറർ ആണ് പഠിക്കാനുള്ളത്. 3 ടൈപ്പ് സിസ്റ്റമാറ്റിക് എറർ ഉണ്ട്. ഒന്ന് വരാൻ കാരണം എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റൽ എറർ ആണ്. അപ്പൊ എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? എറർ എന്ന് പറയുന്നത് നമ്മുടെ മെഷേർഡ് വാല്യൂ ട്രൂ വാല്യൂ തമ്മിലുള്ള എത്രമാത്രം വേരിയേഷൻ വരുന്നു. നമ്മളിപ്പോ ഒരു സ്കെയിൽ എടുത്ത് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുകയാണ്, 5 സെന്റിമീറ്റർ ലൈൻ വരച്ചു. ആ 5 സെന്റിമീറ്റർ ലൈൻ വരച്ചത് സ്കെയിലിന്റെ എന്തെങ്കിലും ഇഷ്യൂ കാണും. ചില സ്കെയിലൊക്കെ അറിയാലോ, ആദ്യത്തെ 2 വരകൾ കാണത്തില്ല, നമ്മൾ യൂസ് ചെയ്ത് അല്ലെങ്കിൽ കയ്യിൽ പിന്നെ ഗുണവും. അപ്പൊ എന്ത് ചെയ്യും, അതിനകത്ത് 1-2 സെന്റിമീറ്റർ ഒക്കെ വ്യത്യാസം വരും. സെന്റിമീറ്റർ അല്ല, സോറി, 1-2 മില്ലിമീറ്റർ ഒക്കെ വ്യത്യാസം വരും. അതാണ് എറർ. നമ്മുടെ ട്രൂ വാല്യൂവും അതുപോലെ നമ്മുടെ മെഷേർഡ് വാല്യൂ, നമ്മൾ ഉദ്ദേശിച്ച വാല്യൂ എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ, പക്ഷെ നമ്മൾ വരച്ചു വന്നപ്പോൾ 5.2 ആയി. സോ ആ ഡിഫറൻസ്, ദാറ്റ് 2 millimeter is called error. The difference between the actual value, that is the true value, and the measured value is called error. അപ്പൊ നമുക്ക് എററിൽ തന്നെ 3 ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണ്? സിസ്റ്റമാറ്റിക് എററിനകത്ത് 3 എറേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഇൻസ്ട്രുമെന്റ് എറർ, അതുപോലെ തന്നെ പേഴ്സണൽ എറർ ആൻഡ് പ്രൊസീജിയർ എറർ. അപ്പോ ഇൻസ്ട്രുമെന്റൽ എറർ എന്ന് പറയുമ്പോൾ നമുക്ക് പേരിൽ തന്നെ അറിയാം. ഇപ്പൊ സ്കെയിലിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇൻസ്ട്രുമെന്റിൽ എന്തെങ്കിലും ഇഷ്യൂ കാരണം കുറെ നാൾ യൂസ് ചെയ്ത് കാണും, ഇൻസ്ട്രുമെന്റിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ, തേഞ്ഞു പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതാണ് ഇൻസ്ട്രുമെന്റൽ എറർ. യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പ്രോബ്ലം. അത് ആ ഇൻസ്ട്രുമെന്റ് മാറ്റിയാൽ തീരും. ദെൻ നമുക്ക് അടുത്ത രണ്ടാമത്തെ പറയുന്ന കാര്യം എന്താണ്? പ്രൊസീജിയർ എറർ. നമ്മൾ എന്തെങ്കിലും പുതിയൊരു പ്രൊസീജിയർ, നമ്മളൊരു പ്രൊസീജിയർ വെച്ചാണ് ചെയ്യുന്നത്. ആ പ്രൊസീജിയറിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി, നിങ്ങൾ ലാബൊക്കെ ചെയ്യാൻ ഇനി പോകുന്നുണ്ട്. അപ്പൊ ആ ചെയ്യുന്ന പ്രൊസീജിയറിനകത്ത് ആദ്യം ഒരു സൊല്യൂഷനകത്ത് എന്തെങ്കിലും ഒരു സാൾട്ടാക്കി വിടുന്നത്, അത് കഴിഞ്ഞിട്ട് ഇടേണ്ട അല്ലെങ്കിൽ ഒഴിക്കേണ്ട നമ്മൾ എടുക്കുന്ന ആ ഒരു ലിക്വിഡ് മാറിപ്പോവുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ആ ലിക്വിഡ് ഒഴിക്കുമ്പോൾ ആ സ്റ്റെപ്പ്, ലിക്വിഡ് ഒഴിച്ചതിന് ശേഷമാണ് ആ സാൾട്ട് ഇടുന്നതെങ്കിലും എന്തെങ്കിലും ആ സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ, പ്രൊസീജിയറിൽ ചെയ്യുന്ന സ്റ്റെപ്പ്, പ്രൊസീജിയർ മീൻസ് ചെയ്യുന്ന സ്റ്റെപ്പ്, അതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ അത്രയ്ക്കൊന്നും പോകണ്ട. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, സാമ്പാർ ഉണ്ടാക്കുന്നു. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ പ്രൊസീജിയർ, ഓരോ പ്രൊസീജിയർ ഉണ്ടല്ലോ, നമുക്കറിയാലോ, അതിനകത്ത് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിയാൽ എല്ലാം തീർന്നില്ലേ? അത് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ കേസ്. പ്രൊസീജിയറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ, അത് കാരണം നമുക്കൊരു എറർ ഉണ്ടായാൽ അതിന്റെയാണ് ഇതെന്ന് പറയുന്നത് പ്രൊസീജിയർ എറർ എന്ന് പറയുന്നത്. നമുക്ക് ആ പ്രൊസീജിയർ മാറ്റി അതങ്ങ് തീരും. ദെൻ തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് പേഴ്സണൽ എറർ. ചെയ്യുന്ന ഇൻഡിവിജ്വലിന്റെ ശ്രദ്ധക്കുറവ് കാരണം, അറിവില്ലായ്മ കാരണം ചെയ്യുന്ന എറേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? പേഴ്സണൽ എറർ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വലിന് ഒന്നല്ലെങ്കിൽ മാറ്റുക, അല്ലെങ്കിൽ അവന് പറഞ്ഞു കൊടുക്കുക, അപ്പൊ ആ എറർ അങ്ങ് മാറി കിട്ടും. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് ഈ എറേഴ്സിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകാം. അപ്പൊ നമുക്ക് എറർ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ വാല്യൂ, ദാറ്റ് ഈസ് ദ ട്രൂ വാല്യൂ, ആൻഡ് ദ മെഷേർഡ് വാല്യൂ. ട്രൂ വാല്യൂ, നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ്, അതിനെയാണ് എന്തെന്ന് പറയാം? നമ്മൾ എക്സാമിന് ഒരു മാർക്ക് കൂട്ടും.
അതാണ് നമ്മുടെ മെഷേർഡ് വാല്യൂ. പക്ഷെ ടീച്ചേഴ്സിന് മാർക്ക് ഇട്ട് തരും, അതാണ് ട്രൂ വാല്യൂ. അത് തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് എന്തെന്ന് പറയുന്നത് എറർ. ഓക്കെ, സോ ഈ എററിനകത്ത് നമുക്ക് 2-3 ടൈപ്പ് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്, മീൻ എറർ. എല്ലാത്തിലും നമ്മൾ ചെയ്യുന്ന മീൻ എടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആവറേജ് എടുക്കുന്ന പോലെ തന്നെയാണ് മീൻ എടുക്കുന്നത്. എത്രമാത്രം എറർ ഉണ്ടോ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്യും, അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതാണ് മീൻ എറർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ലാബിൽ തന്നെ കെമിസ്ട്രി ലാബിൽ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ വോളിയോമെട്രിക് നമുക്കൊരു സെക്ഷൻ ഉണ്ട്. വോളിയോമെട്രിക് ചെയ്യുമ്പോൾ അവിടെ ഓരോ തവണയും നമ്മൾ ടൈട്രേഷൻ ചെയ്യും. ഇപ്പൊ ടൈട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. ഈ വാല്യൂസ് 3 തവണ ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ ആദ്യം തവണ ചെയ്യുമ്പോൾ ഒരു വാല്യൂ ആയിരിക്കും, 2ാം തവണ ചെയ്യുമ്പോൾ വേറൊരു വാല്യൂ ആയിരിക്കും, 3ാം തവണ ചെയ്യുമ്പോൾ വേറൊരു വാല്യൂ ആയിരിക്കും. അപ്പൊ നമുക്ക് യഥാർത്ഥ വാല്യൂ അറിയണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ 3 വാല്യൂസും കൂടെ കൂട്ടിയിട്ട് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അത് തന്നെയാണ് ഇവിടെ ആബ്സല്യൂട്ട് എറർ. ആ എന്ത് ചെയ്യും, കിട്ടിയ എറേഴ്സ് എല്ലാം A1 എത്രയാണ്, A2 എത്രയാണ്, A3 എത്രയാണ്, അതെല്ലാം കൂടെ AN വരെ ഉണ്ടെങ്കിൽ n നമ്പർ ഓഫ് എത്രയോന്ന് അറിയത്തില്ല, എത്രയുണ്ടെങ്കിലും അതെല്ലാം കൂടെ എന്ത് ചെയ്യും, കൂട്ടിയിട്ട് ആ n നമ്പർ കൊണ്ട് 10 എണ്ണം ഉണ്ടെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും, 3 എണ്ണം ഉണ്ടെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ആ കിട്ടുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത് മീൻ എറർ അല്ലെങ്കിൽ മീൻ വാല്യൂ A ബാർ എന്ന് പറയുന്നത്. ഓക്കെ, ആ റെപ്രസെന്റേഷൻ ഓർത്ത് വെക്കണം, A ബാർ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് മീൻ വാല്യൂടെ. ഇനി രണ്ടാമത് വരുന്നത് അബ്സല്യൂട്ട് എറർ. അബ്സല്യൂട്ട് എറർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ മീൻ വാല്യൂ കിട്ടിയില്ലേ, ഈ മീൻ വാല്യൂ ഇത് നമ്മൾ എടുത്ത ആദ്യത്തെ വാല്യൂ എത്രമാത്രം ഡിഫറൻസ് ഉണ്ട്, ദാറ്റ് ഈസ് A ബാർ മൈനസ് A1, അത് തമ്മിലുള്ള ഡിഫറൻസ്. നമ്മൾ എടുത്ത വാല്യൂ ഈ മീൻ വാല്യൂ തമ്മിലുള്ള വ്യത്യാസം, അതിനെയാണ് എന്തെന്ന് പറയുന്നത് അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. അത് ഡെൽറ്റ A1 എന്നുണ്ട്. അതുപോലെ ഡെൽറ്റ A2 നമുക്ക് എടുക്കാം. ഡെൽറ്റ A2 എന്ന് പറയുമ്പോൾ എന്താണ്, ഈ A1ഉം A2 തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെ A1 അല്ല, A ബാറും A2 തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മൾ A3 ആണ്, ഡെൽറ്റ A3 ആണ് നമ്മൾ എടുക്കുന്നത്. മൂന്നാമത്തേൽ എന്തുമാത്രം ചേഞ്ച് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി മൂന്നാമത് നമ്മൾ എടുത്ത മെഷർ എന്ത് ചെയ്യുക, ഈ മീൻ വാല്യൂ ഒന്ന് കുറയ്ക്കുക. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരുപാട് നമുക്ക് ചെയ്തു നോക്കാൻ പറ്റും, n നമ്പർ ഓഫ് ചെയ്തു നോക്കാം. ഇനി അത് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം. മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറയുകയാണെങ്കിൽ ഈ കിട്ടിയ അബ്സല്യൂട്ട് എറേഴ്സിന്റെ എല്ലാം സം എടുത്തിട്ട് അതിന്റെ മീൻ, പേരിൽ തന്നെയുണ്ട് മീൻ അബ്സല്യൂട്ട് എറർ, ഈ അബ്സല്യൂട്ട് എറേഴ്സിനെ എല്ലാം സം ചെയ്തിട്ട് എന്ത് ചെയ്യുക, എത്ര എണ്ണം ഉണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10 അബ്സല്യൂട്ട് എറർ ഉണ്ടെങ്കിൽ 10 എണ്ണവും നിരത്തി ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 15 അബ്സല്യൂട്ട് എറർ ഉണ്ടെങ്കിൽ 15 എണ്ണവും നിരത്തി ആഡ് ചെയ്യുക, 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ നമുക്ക് അടുത്ത വരുന്ന ടൈം ആണ്, ഫോർത്ത് വരുന്നതാണ് എന്ത്, റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ കിട്ടിയ മീൻ അബ്സല്യൂട്ട് എററും അതുപോലെ തന്നെ മീൻ വാല്യൂ തമ്മിലുള്ള റേഷ്യോ. ഇത് വെച്ച് തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇതിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്തായി, പെർസെന്റേജ് ചിലപ്പോൾ കൂടെ ആയി. അപ്പൊ എറേഴ്സിന്റെ കേസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ചാപ്റ്റർ ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയി. അപ്പൊ എന്ത് ചെയ്യാം, നമുക്കിനി നെക്സ്റ്റ് ചാപ്റ്ററിൽ കാണാം. സോ നെക്സ്റ്റ് ക്ലാസ്സിലാണെന്ന് പറയും. ബൈ.